ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മാഞ്ഞാലി ബിരിയാണിയാണ്. അപ്പോൾ മാഞ്ഞാലി ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 2 ചിക്കൻ എന്ന് പറയുമ്പോൾ 4 കിലോ ചിക്കനോളം ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 3 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്, ഒരു 2 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗറും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതായത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മസാലകളെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിട്ട് വരണം. അതിനുശേഷം ഇതേപോലെ 2 മിനിറ്റ് എങ്കിലും കൈവച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് മസാലകളെല്ലാം ഈ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ. ഇതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചിട്ട് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. 1 മണിക്കൂർ സമയമില്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും വെക്കുക. അപ്പോഴാണ് നന്നായിട്ട് മസാലകളെല്ലാം പിടിച്ചു കിട്ടുള്ളൂ. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യത്തിന് കുറച്ച് സവാളയും കാഷ്യൂനട്ടും കിസ്മിസൊക്കെ വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കിസ്മിസും കാഷ്യൂനട്ടൊക്കെ ഇട്ടിട്ട് വറുത്തെടുക്കുക. അതിനുശേഷം ഞാനിവിടെ സവാള സ്ലൈസ് ആയിട്ട് ഒരു 3 എണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ തിരുമ്മി വെക്കുകയാണെങ്കിൽ വറുത്തെടുക്കുമ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞ് വറുത്തെടുക്കുകയാണെങ്കിൽ അത് ആ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. നമ്മൾ എത്ര നേരം വെച്ചാലും തണുത്തു പോകത്തൊന്നുമില്ല, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പം അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇതേപോലെ 2-3 ബാച്ചായിട്ടാണ് ഞാനിവിടെ സവാള വറുത്ത് കോരി എടുത്തത്. ഇനി നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചിക്കൻ പീസസ് മാത്രം ഈ ഗ്രേവിയിൽ നിന്ന് എടുത്ത് മാറ്റുവാണ്. ഇനി നമ്മൾ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു 12 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 8 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വീതം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കണം. ഒരു 6 ബേ ലീഫ്, ഒരു 20 പീസ് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 കറുവപ്പട്ട, 3 സ്റ്റിക്ക് കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 കറിയാമ്പൂ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സാജീരകം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം നല്ലോണം തിളയ്ക്കാനായിട്ട് അനുവദിക്കാം. സാധാരണ നമ്മൾ മഞ്ഞാലി ബിരിയാണിയിൽ ചെറിയ റൈസാണ് ഉപയോഗിക്കാറ്, അതായത് കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസ്. പക്ഷേ എനിക്ക് എപ്പോഴും ബിരിയാണിയിൽ വലിയ റൈസാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് കേട്ടോ. അപ്പോൾ അതൊരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചതിന് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കഴുകി വാരി വെച്ചതാണ്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഒരു പകുതി വേവാകുമ്പോൾ, അതായത് വെള്ളം വറ്റി തുടങ്ങുമ്പോൾ നമ്മൾ ഒരു 2 ക്യാരറ്റ് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചോപ്പ് ചെയ്യണം, എനിക്ക് ചോപ്പർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോപ്പ് ചെയ്ത് എടുക്കുന്നത്. ഇനി അതല്ല എങ്കിൽ ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ടാലും മതി. നമ്മുടെ ചോറിന് നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും, കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം അടച്ച് വെച്ച് വെള്ളം നന്നായിട്ട് വറ്റുന്നത് വരെ വേവിച്ചെടുക്കുക. ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ വേവിച്ച് വെച്ച ചിക്കനൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സവാളയൊക്കെ വറുത്തെടുത്ത് ആ ഒരു എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് ഡീപ് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ ചിക്കനെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പം നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്തെടുത്ത സവാളയും അതേപോലെ തന്നെ കിസ്മിസും കാഷ്യൂനട്ടൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ വറുത്തെടുത്ത എണ്ണ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്ത ഒരു 3/4 കിലോ സവാള, ഒരു 6 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ എൻ്റെ നിന്ന് മിസ്സായതാണ് കേട്ടോ. അപ്പോൾ സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ സവാളയൊക്കെ നല്ല ബ്രൗൺ കളറാവണം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം മൂത്ത മണം വരുന്നത് വരെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്തെടുത്ത് ഒരു 6 തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തക്കാളിയൊക്കെ പേസ്റ്റ് ആയിട്ട് വരണം, നന്നായിട്ട് അലിഞ്ഞ് ചേരണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ ഒരു നെയ്യിൻ്റെ കുപ്പി കാലിയായതുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഉരുളിയൊക്കെ ആയതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും, ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതേപോലെ ഒരു 2-3 മിനിറ്റ് ഒന്ന് ചിക്കൻ ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയിൽ കിടന്നൊന്ന് നന്നായിട്ട് മിക്സായി വരട്ടെ. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, നമ്മൾ ചിക്കൻ വേവിച്ച സ്റ്റോക്കാണ് ചേർത്ത് കൊടുത്തത്. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപ്പ് ഇതിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോഴൊക്കെ സവാള വഴറ്റുമ്പോഴും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് ഇതേപോലെ ചെറിയ തീയിൽ, ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല, ഒരു 10 മിനിറ്റ് മാത്രം മതിയാവും. ഓൾറെഡി ചിക്കൻ നന്നായിട്ട് വെന്തതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയായി വന്നു. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസും റെഡിയാണ്. ഇനി നമ്മൾക്ക് സെർവിങ് ടൈമാണ്. സെർവ് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ സെർവ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ റൈസിൻ്റെ ഉള്ളിൽ ചിക്കൻ ഗ്രേവി വെച്ചിട്ട് ചെയ്യാം, അതല്ലാതെ സെപ്പറേറ്റും ചെയ്യാം. അപ്പം ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയും കിസ്മിസും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം റൈസ് ഫില്ല് ചെയ്തെടുത്തിട്ട് ഇതേപോലെ പ്ലേറ്റിലേക്ക് കമത്തി കൊടുത്തു. അപ്പോൾ ഇതാ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് അല്ലേ. ഇനി സൈഡിലായിട്ട് ചിക്കൻ കറിയും കൂടെ വിളമ്പുകയാണ്. അപ്പം നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.